ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വെള്ളവനാട് ഫെസ്റ്റ് കാണാൻ പോയതാണ് കേട്ടോ. നമ്മുടെ ഒറ്റപ്പാലത്ത് കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന ഇങ്ങനെ ഒരു എക്സിബിഷൻ ആദ്യമായിട്ടാണ്. പാലപ്പുറം ചെനക്കത്രക്കാവ് ഗ്രൗണ്ടിലാണ്. 100 രൂപയാണ് കേട്ടോ എൻട്രി ചാർജ്. അതിനുള്ളതെല്ലാം അവിടെ കാണാനുണ്ട്. വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാം. ഞങ്ങൾ പോയി വന്നിട്ട് ഒരാഴ്ചയായി. വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയതാണ്. 2-3 ഇടയ്ക്ക് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുന്നത് മീനുകളുടെ ലോകത്തേക്കാണ്. വെറൈറ്റി മീനുകളാണ്. പല നിറത്തിലും ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് മീനുകൾ തന്നെ അവിടെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കഴിയും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്ന അവതാർ ലോകത്തേക്കാണ് കേട്ടോ. ഒരുപാട് മൃഗങ്ങളുടെ അവതാർ അവിടെ ഉണ്ട്. കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു വേട്ടയാടാൻ നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ കാണുന്നത് ഒരുപാട് ഫർണിച്ചർ ഐറ്റംസും ഫിസിയോതെറാപ്പി മെഷീൻ, അച്ചാറുകൾ, അലുവ, പഴയകാല മിഠായികൾ, അടുക്കള ഉപകരണങ്ങൾ, തുണിക്കടകൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ ചെറുതും വലുതുമായ ഒരുപാട് സ്റ്റാളുകളിലേക്കാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കോഴിക്കോട് ഇളനീർ ഹൽവ വാങ്ങിച്ചു കേട്ടോ. പിന്നെ പഴയകാല മിഠായികൾ കുറേ എണ്ണം പലതരത്തിലുള്ളത് വാങ്ങിച്ചു. ബെഡ്ഷീറ്റ് ഡബിൾ കോട്ട് 2 എണ്ണം 400 രൂപയ്ക്ക് കിട്ടി കേട്ടോ. നല്ല കുത്താമ്പുള്ളി കൈത്തറിയുടെ ആയിരുന്നു. അതിലേക്ക് 2 പില്ലോ കവറും വാങ്ങിച്ചു. 2 എണ്ണം 100 രൂപ. ശരിക്കും നമുക്ക് കണ്ടതെല്ലാം വാങ്ങിക്കാൻ തോന്നും. അത്രയും ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് ഗെയിം സെക്ഷനിലേക്കാണ്. ഏത് റിങ് എറിയാൻ 50 രൂപയാണ് കേട്ടോ. അങ്ങനെ അത് 3 കളി കളിച്ചു. 150 രൂപ പോയിട്ടോ. പക്ഷേ 2 കളി ഞങ്ങൾക്ക് വിമ്മിൻ്റെ 40 രൂപയുടെ ബാറും 80 രൂപയുടെ തോളൂരിൻ്റെ നാരങ്ങച്ചാറും കിട്ടിയിട്ടോ. എന്തായാലും 30 രൂപ നഷ്ടമായുള്ളൂ. പിന്നെ ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു. അതൊന്നും കളിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ കഴിവില്ല കേട്ടോ. മറ്റുള്ളവർ കളിക്കുന്നത് കുറേ നേരം കണ്ടു നിന്നു. പോകുന്ന തോന്നുന്നു. നിങ്ങൾ അപ്പുറത്തേക്ക് നിൽക്കി. തോളൂര് അച്ചാറെങ്കിലും പഠിക്കാറുണ്ട്. മുഴുവൻ വീഴണം.
അവൾക്ക് തീരെ ഒന്നില്ല. പിന്നീട് നമ്മൾ ഓരോ ഐസ്ക്രീമും കഴിച്ച് റൈഡുകളുടെ അവിടെ നിന്ന് വന്ന് നിന്നു കേട്ടോ. റൈഡിലൊന്നും കയറിയില്ല, കാരണം നമ്മുടെ പൂരം മാർച്ചിലാണ്. അപ്പോൾ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അതിലൊന്നും ആളുകളില്ല. കുഞ്ഞുമക്കളുടെ ഭാഗത്ത് മാത്രമേ തിരക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെള്ളവനാട് ഫെസ്റ്റ് കണ്ട് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ വെള്ളവനാട് ഫെസ്റ്റ് കാണാൻ പോയവരും കാണാത്തവരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും ടാറ്റാ ബൈ, സീ യു.